റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു അഥവാ ആർ സി ബിയുടെ IPL കിരീട നേട്ട ആഘോഷത്തിനിടെയാണ് തിക്കിലും തിരക്കിലും പെട്ട ഇന്നലെ 11 പേർ മരിച്ചത്. സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വന്നു. ആരാധകർക്ക് ഫ്രീ പാസ് കിട്ടുമെന്ന് സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിപ്പിച്ചു. അതുകൊണ്ട് തന്നെ കൂടുതൽ ആളുകൾ സ്റ്റേഡിയത്തിനെത്താൻ കാരണമായി. ചിന്നസ്വാമി സ്റ്റേഡിയത്തിന് പുറത്തേക്ക് ഒഴുകിയെത്തിയത് 10,000ങ്ങൾ. അപകടത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത മുഖ്യമന്ത്രിയും ഉപമുഖ്യമന്ത്രിയും രാജിവെക്കണമെന്ന് BJP ആവശ്യപ്പെട്ട് കഴിഞ്ഞു. ബംഗളൂരുവിൽ നിന്ന് മുഹമ്മദ് റഹീസ് ഈ ദുരന്തത്തിന്റെ നേർക്കാഴ്ചയുമായി നമുക്കൊപ്പം ചേരുന്നു. റഹീസ്, പുറത്ത് ആളുകൾ മരിച്ചു വീഴുന്നു, ദുരന്തമുണ്ടായി എന്ന വാർത്ത കിട്ടിയതിനു ശേഷവും ആഘോഷ പരിപാടികൾ തുറന്നു എന്നുള്ളത് അക്ഷന്തവ്യമായ അപരാധമായി നമ്മൾ കാണണം. ഒരു മനുഷ്യന്റെ ദുരന്തം സംഭവിക്കുമ്പോൾ മറ്റു സ്ഥലത്ത് എങ്ങനെയാണ് ആഘോഷത്തിന്റെ അലമുറകൾ ഇടാൻ കഴിയുന്നത്? പുറത്ത് മരണത്തിന്റെ മുറവിളി കൂട്ടുമ്പോൾ അകത്ത് ആഘോഷങ്ങൾ തിമിർക്കുകയായിരുന്നു. പറയൂ റഹീസ്. അതൊരു മഹാ അപരാധമാണ്. കാരണം ഈ 18 വർഷമായി ഒരു ടീം കിരീടം നേടാൻ വേണ്ടി കാത്തിരിക്കുന്ന ആരാധകർക്ക് എത്രത്തോളം ആ ടീമിനോട് ഇഷ്ടമുണ്ടാകുമെന്ന് മനസ്സിലാക്കാം. ആ ഇഷ്ടത്തോടു കൂടി അവർ ഇന്നലെ പുറത്തേക്ക് വന്നതേ ഈ വഴികളിലൊക്കെ നിൽക്കുമ്പോഴാണ്. അവിടെ നിന്ന് അവർ പിടഞ്ഞു വീണ് പലരും മരിക്കുമ്പോഴാണ് അകത്ത് വലിയ ആഘോഷം നടന്നത്. ആ ആഘോഷത്തിന് നേതൃത്വം നൽകിയത്, ആ ആഘോഷം അതിനെ നിർബന്ധിച്ചത് ആരാണ്, ആരുടെ പിടിവാശിയായിരുന്നു അത് എന്നതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യമായി വരുന്നത്. കാരണം കർണാടക സർക്കാർ ഇതൊരു പ്രസ്റ്റീജ് ഇഷ്യൂ ആയി കണ്ടു. തങ്ങളുടെ അഭിമാനത്തിന് ക്ഷതമേൽക്കുന്ന രീതി, തങ്ങളുടെ അഭിമാനം ഉയർത്തണം എന്നുള്ളൊരു ആഗ്രഹം, അവരുടെ ഒരു ആവശ്യം, അതൊക്കെ പ്രധാനമായി മുൻനിർത്തിക്കൊണ്ട് നടത്തിയ ഒരു ആഘോഷമാണ് നമ്മൾ ഇന്നലെ ഇവിടെ കണ്ടത്. കാരണം ആദ്യഘട്ടത്തിൽ അവർ ഇത്തരത്തിൽ ഈ വിക്ടറി പരേഡ് ഒഴിവാക്കാൻ ശ്രമിക്കുന്നു. പക്ഷേ ആ വിക്ടറി പരേഡ് ഒഴിവാക്കി കഴിഞ്ഞാൽ അത് സർക്കാരിന് വലിയ ക്ഷതമേൽക്കും, അവർക്ക് തിരിച്ചടിയാകുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ വിക്ടറി പരേഡ് ചുരുക്കുന്നു. എന്നാൽ അതിനുശേഷമുള്ള ആഘോഷങ്ങൾക്ക് യാതൊരു മുടക്കവും വരുത്തുന്നില്ല. മാത്രമല്ല, എത്രത്തോളം ആളുകൾ വന്നാലും അവരെ ഒന്നും കൃത്യമായി നിയന്ത്രിക്കേണ്ട എന്നൊരു രീതിയിലേക്കാണ് ഇന്നലെ ഇവിടെ കാര്യങ്ങൾ മാറിയത്. ആളുകൾ എത്തിയതിനു ശേഷം മാത്രം പോലീസ് എത്തി അവർക്ക് സുരക്ഷയൊരുക്കുന്ന, അവരെ നിയന്ത്രിക്കുന്ന ഒരു രീതിയാണ് ഇന്നലെ ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ കണ്ടത്. അത് തന്നെയാണ് ഈ അപകടത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടതും മുഖ്യ കാരണവും. അപ്പോൾ അങ്ങനെ ആളുകൾ എത്തുന്നു, പിന്നീട് ഇത്തരത്തിൽ അപകടമുണ്ടാകുന്നു. അങ്ങനെ 11 പേർ മരിക്കുന്നു, മരണസംഖ്യ ഉയർന്നേക്കാമെന്ന് കേൾക്കുന്നു. കുഞ്ഞുങ്ങളെ അടക്കം എടുത്തുകൊണ്ട് പോകുന്നതിൻ്റെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നു. അതിനുശേഷമാണ് വിരാട് കോഹ്ലി പോലെയുള്ള പ്രധാനപ്പെട്ട താരങ്ങൾ ഈ സ്റ്റേഡിയത്തിലേക്ക് വരികയും ഒപ്പം അതിനുശേഷം ഇവിടെ ഒരു ആഘോഷ ചടങ്ങ് നടക്കുകയും ചെയ്തത്. സാധാരണഗതിയിൽ ഒരു ടീം കിരീടം നേടിക്കഴിഞ്ഞാൽ അതിൻ്റെ ഹോം ഗ്രൗണ്ടിലെത്തി കാണികളെ ചാൻഡ് ചെയ്യുക, ആ ഗ്രൗണ്ടിന് ചുറ്റും നടന്ന് കിരീടവുമായി നടന്ന് അത് കാണികളെ കാണിക്കുക, അവരെ പ്രത്യഭിവാദ്യം ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഇന്നലെ ഇവിടുത്തെ സാഹചര്യം അതല്ല. ഇനി എത്ര തവണ ആദ്യത്തെ കിരീടം നേടിയ ടീമാണെന്ന് പറഞ്ഞാലും ഇതൊരു സ്പോർട്സ് ഇവൻ്റാണ്. അതൊരു IPL മത്സരം, ഒരു ഇന്ത്യൻ പ്രീമിയർ ലീഗ് മത്സരമാണ്. അത് ഏതൊരു ടൂർണമെൻറ്റിനെയും പോലെ മാത്രം കാണേണ്ട ഒന്നാണ്. അത്തരത്തിൽ ഉള്ള ഒരു സംഭവം അല്ല പക്ഷേ ഇന്നലെ ഇവിടെ നടന്നത്. മറിച്ച് ആരുടെയൊക്കെയോ പിടിവാശി, അതിലൊന്നിൽ സർക്കാരുണ്ടെന്ന് ഉറപ്പാണ്. രണ്ടാമത്തെ ചോദ്യം മുൻപ് നീളുന്നത് RCB മാനേജ്മെൻറ്റിനെതിരെയാണ്. ആ മാനേജ്മെൻറ്റ് ഇന്നലെ വാശി പിടിച്ചിരുന്നു എന്നുള്ള ചില വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട് ഈ ഘട്ടത്തിൽ. അതുകൊണ്ട് തന്നെ RCBയുടെയും ഒപ്പം തന്നെ സർക്കാരിൻ്റെയും പിഴവാണ് എന്നുള്ളത് വ്യക്തമാണ്. ഇതൊരു കർണാടക ക്രിക്കറ്റ് അസോസിയേഷൻ്റെ മേൽ ഇത് പഴിചാരിക്കൊണ്ട് രക്ഷപ്പെടാനുള്ളൊരു ശ്രമം സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് നടക്കുന്നുണ്ട്. ഇന്നലെ രാത്രി ഉപമുഖ്യമന്ത്രി DK ശിവകുമാർ ഈ വിഷയത്തിൽ അവരുടെ തെറ്റ് സമ്മതിക്കുമ്പോഴും മുഖ്യമന്ത്രി സിദ്ധാരാമയ്യ എത്തി ഇതിൽ സർക്കാരിനൊന്നും ചെയ്യാനില്ല, സർക്കാരല്ല ഈ പരിപാടി നടത്തിയത്, ഇത് സർക്കാർ സ്പോൺസേഡ് അല്ല എന്ന് പറയുകയാണ്. അങ്ങനെ സർക്കാർ സ്പോൺസേഡ് അല്ല എങ്കിൽ എന്തുകൊണ്ടാണ് ആദ്യം തന്നെ DK ശിവകുമാർ ഇതിന് മുൻകൈയെടുത്ത് അവിടേക്ക് പോകുന്നത്? എയർപോർട്ടിൽ പോയി കഴിഞ്ഞാൽ ഒരു വലിയ സ്വീകരണം നടക്കുന്നത്, തിരിച്ചു കൊണ്ടുവരുന്നത്, അദ്ദേഹം ഈ പറയുന്ന RCBയുടെ പതാകയുമായി റോഡിലൂടെ കാറിൽ പോകുന്നതിൻ്റെ റീൽ ഷെയർ ചെയ്യുന്നത്, അതിൽ വലിയ അഭിമാനം കൊണ്ട് ഇത്തരത്തിലൊരു പരിപാടി സംഘടിപ്പിക്കുന്നതെന്ന് മനസ്സിലാക്കണം. ഇനി ഇവിടുത്തെ ദുരന്തത്തിൻ്റെ നേർക്കാഴ്ചകളിലേക്ക് പോവുകയാണെങ്കിൽ എന്താ ഈ കാറ് ഇത് എവിടെയെങ്കിലും ഇടിച്ച് ആക്സിഡൻ്റായി ഇങ്ങനെ കിടക്കുന്ന ഒരു കാറല്ല. ഇതിലേക്ക് ആളുകൾ തള്ളിക്കയറുകയും ഒപ്പം ചവിട്ടിക്കയറുകയും ആളുകൾ ഇതിനു മുകളിൽ കയറി നിന്നുകൊണ്ട് അകത്തെന്ത് നടക്കുന്നു എന്ന് കാണാനും ഒക്കെ ശ്രമിച്ചുകൊണ്ടുണ്ടാകുന്ന ഒരു അപകടം. അത്തരത്തിലാണ് ഈ കാറ് ഈ രീതിയിലേക്ക് എത്തിയത്. അതായത് നമ്മൾ ഏതാണ്ട് ഒരു ആക്രി പൊളിക്കാൻ ഒരു കടയിൽ കൊണ്ടുപോയാൽ ഒരു കാർ എങ്ങനെയാക്കി മാറ്റുമോ ആ തരത്തിലേക്കാണ് ഈ കാറ് ഇവിടുത്തെ ആളുകൾ മാറ്റിയത്. മറ്റു വാഹനങ്ങളൊക്കെയും ഇവിടെ നിന്ന് ഏതാണ്ടൊക്കെ പോയി കഴിഞ്ഞു. പിന്നീട് നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത് ഗേറ്റ് 7 അടുത്താണ്. അതായത് ഇന്നലെ ഈ അപകടത്തിൽ ഏറ്റവും അധികം പേർ മരിച്ചത് ഈ 7 അടുത്ത് വെച്ചിട്ടാണ്. ഗേറ്റ് 7 ഒരു പ്രധാനപ്പെട്ട ഗേറ്റാണ്.
ഇവിടുത്തെ ഇന്ന് രാവിലത്തെ കാഴ്ച ദേ ഇതാണ്. നമ്മൾ രാവിലെ മറ്റൊരു ഗേറ്റ് 21-ാം നമ്പർ ഗേറ്റിലെ ദൃശ്യങ്ങളാണ് കാണിച്ചത് എങ്കിൽ ഇതേ ഇവിടേക്ക് എത്തുമ്പോൾ ഇത് കൂടുതലായി എത്ര പേരുടെ ചെരുപ്പ് ഇവിടെ ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാവും. അതായത് ആളുകൾ ഓടി രക്ഷപ്പെടുന്നതിനിടയിൽ ചെരുപ്പ് നഷ്ടപ്പെട്ടവരുടെ കണക്കെടുത്താൽ ശരിക്കും അത് തന്നെ ഒരു പക്ഷേ ഈ സ്റ്റേഡിയത്തിൻ്റെ കപ്പാസിറ്റിയോളം വരും. അതായത് ഒരു 35,000 പേർ ചെരുപ്പ് ഒരു പക്ഷേ ഈ തരത്തിൽ ഇവിടെ ഉണ്ടായിരിക്കാം. അങ്ങനെ അത്രയും ചെരുപ്പ് ഇവിടെ ഉണ്ടായിരിക്കാം. അത്ര ആളുകളാണ് ഈ ചെരുപ്പ് പോലും ഇങ്ങനെ ഉപേക്ഷിച്ച് പോയിരിക്കുന്നത്. അപ്പോൾ 3 ലക്ഷത്തോളം പേർ ഇവിടെ എത്തി അവർ കളി കാണാൻ വേണ്ടി കാത്തിരിക്കുമ്പോൾ എന്ത് സുരക്ഷയാണ് സർക്കാർ ഒരുക്കിയത് എന്ന് പറയണം. അതിലാദ്യം തന്നെ പിടിവിട്ടു പോയത് ഉപമുഖ്യമന്ത്രി DK ശിവകുമാറിനാണ്. കാരണം അദ്ദേഹം ആദ്യം തന്നെ പറഞ്ഞു ഞങ്ങൾ 5000 പോലീസിനെ അവിടെ വിന്യസിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. അതിൽ തന്നെയാണ് ഈ പ്രതിപക്ഷ പാർട്ടികളും ഒപ്പം തന്നെ നമുക്കുമൊക്കെയും പ്രധാന സംശയം തോന്നുന്നത്. കാരണം ഇങ്ങനെ 3 ലക്ഷം പേർ വരുന്ന ഒരിടത്ത് 5000 പേരുടെ സുരക്ഷ മതിയോ? ആ 5000 പേരെ എപ്പോഴാണ് നിയമിച്ചത്? കാരണം അവരെ വിന്യസിച്ചത്? കാരണം ഈ 3 മണിയോട് കൂടി ആണ് ഈ പോലീസുകാർ ഇവിടെ എത്തിയതെന്ന് ഇവിടെ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ചില ട്രാഫിക് പോലീസുകാർ തന്നെ പറയുന്നുണ്ട്. ഏതാണ്ട് 3 മണിയോടുകൂടി മാത്രമാണ് ഇവർ ഇവിടെ എത്തിയത് എന്ന്. അങ്ങനെ 3 മണിക്ക് എത്തിയാൽ മതിയോ? രാവിലെ മുതൽ ആരാധകർ ഇങ്ങനെ പല ഗേറ്റുകളിലായി തടിച്ചുകൂടി നിൽക്കുമ്പോൾ 3 മണിക്ക് മാത്രം അവർ എത്തിയാൽ മതിയോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. അതിനുമപ്പുറം 5000 പോലീസിനെ കൊണ്ട് എന്ത് ചെയ്യാനാണ്? അതൊരു മേന്മയായിട്ട് എങ്ങനെ പറയാനാണ്? പിന്നീട് DK ഇതിനെ തങ്ങളുടെ കുറ്റമായി ഏറ്റെടുത്തു, തങ്ങളുടെ പ്രശ്നമായി മനസ്സിലാക്കി അതിനെ അംഗീകരിച്ചു പോകുന്നുമുണ്ട് ഒരു ഘട്ടത്തിൽ. പക്ഷേ അതിനുശേഷം വന്ന മുഖ്യമന്ത്രി സിദ്ധാരാമയ്യ ഇതിന് വിഭിന്നമായ ഒരു നിലപാടെടുക്കുമ്പോൾ അവിടെയാണ് പ്രധാനപ്പെട്ട ഒരു പ്രശ്നം വരുന്നത്. കാരണം ഇന്നലെ ഈ വിക്ടറി പരേഡ് ഉപേക്ഷിക്കുന്നു എന്ന ഒരു തീരുമാനം വരുന്നുണ്ടായിരുന്നു. അത് പോലീസിൻ്റെ ഭാഗത്തു നിന്നാണ് ഉണ്ടായത്. പോലീസ് സുരക്ഷയെ മുൻനിർത്തിക്കൊണ്ട് തങ്ങൾക്ക് ഇത്തരത്തിലൊരു സുരക്ഷ ഒരുക്കാൻ കഴിയില്ല, അതിന് 24 മണിക്കൂറോ 48 മണിക്കൂറോ ഒക്കെ സമയം വേണം എന്നുള്ളൊരു ആവശ്യം പോലീസിൻ്റെ ഭാഗത്തു നിന്ന് വന്നു. അപ്പോൾ അത് മാറ്റിവെക്കാമെന്ന തീരുമാനം വരുമ്പോൾ തന്നെ ഇത് സർക്കാരിൻ്റെ പ്രതിച്ഛായയെ ബാധിക്കും എന്നൊരു നിലയിലേക്ക് കാര്യങ്ങൾ എത്തി. ആ കാര്യങ്ങൾ ആ തരത്തിലേക്ക് എത്തുമ്പോൾ സ്വാഭാവികമായിട്ടും പിന്നീടുണ്ടാവുന്ന പ്രശ്നം അത് RCB പോലെ ഒരു ടീം നേരത്തെ പറഞ്ഞതുപോലെ അവർക്ക് അവരുടെ ടീം എന്ന് പറയുന്നത് ഈ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ എന്ന് പറയുന്നത് വല്ലാത്തൊരു വികാരമാണ്. അപ്പോൾ അവർക്കൊരു പരേഡ് നടത്താൻ കഴിയില്ലെങ്കിൽ അത് സർക്കാരിൻ്റെ ഒരു പ്രതിസന്ധിയായി മാറും, അല്ലെങ്കിൽ അവർക്കൊരു പ്രശ്നമായി മാറുമെന്ന് കരുതിക്കൊണ്ട് ഇത്തരത്തിൽ DK ശിവകുമാർ അടക്കം ഇടപെട്ടുകൊണ്ട് നടത്തിയ പിന്നീട് ആ ഒരു ക്രെഡിറ്റ് സ്റ്റീലിംഗ് ആണ്. അവിടെ ആ ഒരു ക്രെഡിറ്റ് സ്റ്റീലിംഗ് ആണ് പിന്നീട് അതൊരു വലിയ നെഗറ്റീവായി മാറിയത്. അതിനുശേഷം ഇവിടേക്ക് ആളുകൾ എത്തുന്നതിലൊന്നും വലിയ തടസ്സമോ ഒന്നുമില്ലായിരുന്നു. നമ്മൾ ഈ കാണുന്ന ഈ വഴി അങ്ങ് ചെന്ന് നിൽക്കുന്നത് വരെ ഇവിടെ ആളുകളായിരുന്നു തടിച്ചുകൂടി നിൽക്കുക. അതായത് സ്റ്റേഡിയത്തിൻ്റെ കപ്പാസിറ്റി കഴിഞ്ഞിട്ടും ഇവിടെ മുഴുവൻ ഇങ്ങനെ ആളുകൾ തിങ്ങി നിറങ്ങി നിൽക്കുന്നു. ഈ മരത്തിലൂടെയാണ് ഇന്നലെ ചില ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്നിരുന്നു. അതിലെ ആ മരം തന്നെയാണ്. ഈ മരത്തിലൂടെയാണ് പലരും അകത്തേക്ക് കയറാൻ പോലും ശ്രമിക്കുന്നത്. മുള്ളുവേലിയുണ്ട്, ആ മുള്ളുവേലി പോലും മാനിക്കാതെ അകത്തേക്ക് കയറി അങ്ങനെയുള്ള ഒരു ഫാൻസാണ് ശരിക്കും ഈ RCBക്ക് പ്രധാനമായിട്ടും ഉള്ളത്. അവർ അത്രത്തോളം ആരാധകരുള്ള ഒരു സംഘമാണ്, അങ്ങനെ ആരാധിക്കുന്ന ഒരു സംഘമാണ്. അപ്പോൾ അങ്ങനെയുള്ള ആരാധകർ മരിച്ചു കിടക്കുമ്പോഴാണ്, അവർ മരിച്ചെന്നുറപ്പ് വന്നതിനു ശേഷമാണ് ഈ പറയുന്ന RCB ടീം ഇതിനകത്ത് ഈ സ്റ്റേഡിയത്തിനകത്ത് ചിന്നസ്വാമിയിൽ അവർ പറയുന്നത് ദേ പെയിൻറ്റ് ഇറ്റ് റെഡ് എന്നാണ്. അപ്പോൾ പക്ഷേ ആ റെഡ് ചോരയുടെ റെഡാണ്, അതവരുടെ ആരാധകരുടെ ചോരയുടെ ചുവപ്പാണ്. ആ ചുവപ്പിൽ ചവിട്ടിക്കൊണ്ടാണ് അവർ ഇന്നലെ ആനന്ദ നൃത്തമാടിയത്. അതിനുശേഷം ടീം ബസ്സിലൊക്കെ ഡാൻസ് കളിച്ച് ഉല്ലസിച്ചു പോകുന്ന ഒരു RCB സംഘത്തിനെയാണ് നമ്മൾ കണ്ടത്. അവരുടെ ടീമിൽ നിന്നൊരു വിശദീകരണ കുറിപ്പിറങ്ങാൻ തന്നെ ഏതാണ്ട് 2-3 മണിക്കൂർ കഴിഞ്ഞു. അതിനുശേഷം മാത്രമാണ് വിരാട് കോഹ്ലി അടക്കമുള്ള പ്രധാനപ്പെട്ട താരങ്ങൾ ഇത് ഷെയർ ചെയ്യുന്നത്. അവർ ആ ഒരു വിഷയത്തിൽ ഇടപെടാനെങ്കിലും ശ്രമിക്കുന്നത്, അല്ലെങ്കിൽ മനസ്സുകൊണ്ട് അല്ലെങ്കിൽ ഒരു വാക്കുകൾ കൊണ്ട് അവർ പിന്നെ എന്തെങ്കിലും അനുശോചനം രേഖപ്പെടുത്താൻ ശ്രമിക്കുന്നത്. അപ്പോഴും അവർ ഡാൻസ് ചെയ്യുകയായിരുന്നു, ആനന്ദത്തിൽ ആറാടുകയായിരുന്നു. അതിനുശേഷമാണ് പിന്നീട് ഇതൊരു വലിയ പ്രശ്നമായി മാറുന്നു എന്ന് കണ്ടപ്പോഴാണ് ഒരു വലിയ ഇടപെടൽ മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുമൊക്കെ ഉണ്ടായത്. എന്തായാലും ഇന്നലെ DKയും സിദ്ധരാമയ്യയും ഒക്കെ ഇപ്പോൾ കർണാടക ക്രിക്കറ്റ് അസോസിയേഷനുമായി വ്യക്തമായി സംസാരിച്ചിട്ടുണ്ട്. ഇക്കാര്യത്തിൽ കർണാടക ക്രിക്കറ്റ് അസോസിയേഷന് മേലിലേക്ക് പഴി പോകാനാണ് നിലവിൽ സാധ്യത. കാരണം ഒരിക്കലും സർക്കാർ ഈ ഒരു പഴി ഏറ്റെടുക്കില്ല.
അവരുടെ സ്പോൺസർഷിപ്പിലാണ് ഈ പരിപാടി നടന്നതെന്ന് അവർ സമ്മതിക്കില്ല. ഉറപ്പായിട്ടും കർണാടക ക്രിക്കറ്റ് അസോസിയേഷൻ്റെ മേലേക്ക് ഇത് വരും. അപ്പോഴും IPL ചെയർമാൻ അടക്കമുള്ളവർ IPL ഗവേണിംഗ് കമ്മിറ്റി ഈ ഒരു കർണാടക ക്രിക്കറ്റ് അസോസിയേഷന് പൂട്ടിടാനാണ് സാധ്യത. കാരണം IPL ചെയർമാൻ ഈ വിവരം അറിഞ്ഞിട്ടില്ല, IPLനെ ഈ വിവരം യാതൊരു തരത്തിലും അവർ അലേർട്ട് ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ എന്താണ് ഇക്കാര്യത്തിൽ ഉണ്ടായത് എന്നൊരു വിശദീകരണം എന്തായാലും IPL കമ്മിറ്റി എടുക്കാൻ സാധ്യതയുണ്ട്. BCCI ഈ ഒരു വിഷയത്തിൽ രണ്ട് തട്ടിലാണ്. കാരണം അവിടെയും പൊളിറ്റിക്സ് എന്നുള്ളൊരു കാര്യം കൃത്യമായിട്ടുണ്ട്. അങ്ങനെ BCCI രണ്ട് തട്ടിലാണ്. രാജീവ് ശുക്ലയെ പോലെയുള്ളവർ കോൺഗ്രസിനെ പിന്തുണച്ചെത്തുന്നു. എല്ലാ സ്ഥലങ്ങളിലും ഇത് നടക്കാറുണ്ട്. ഇത്തരത്തിലൊരു ക്രൗഡിനെ കൺട്രോൾ ചെയ്യാൻ കഴിയില്ല എന്നുള്ളൊരു വാദം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. മറിച്ച് മറ്റു ചിലരൊക്കെയും ഇത് സർക്കാരിൻ്റെ പിടിപ്പുകേടാണ്, ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയില്ല എന്ന് പറയുന്നു. എന്തായാലും ഇവിടുത്തെ കാഴ്ചകൾ ഹൃദയഭേദകമാണ് SKN. അപ്പോൾ ആ ഹൃദയഭേദകമായ കാഴ്ചകൾക്കിടയിലായിരുന്നു ഇന്നലെ ഇവിടെ ഒരു ആഘോഷരാവ് നടന്നതും. SKN ബംഗളൂരു ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ നിന്ന് മുഹമ്മദ് റഗീസാണ് നമുക്കൊപ്പം ചേർന്ന്.